ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പവർ ടു എംപവർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2024 മെയ് മാസം 12-ാം തീയതി. ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ പോകാൻ, അതിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഈ ദിവസങ്ങളുടെ പ്രാധാന്യം, ഇന്ന് 3-ാം ദിവസമാണ് കാത്തിരിപ്പിൻ്റെ. പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടോ എന്നുള്ളത്, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിർവീര്യമായി പോയിട്ടുണ്ടോ എന്നത് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? അതിനെക്കുറിച്ച് നമ്മളെല്ലാ കാര്യങ്ങളിലും ഒരു എക്സാമിനേഷനിലൂടെയാണ് അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുന്നത്. അത് ഒരു സാധനമായിരുന്നാലും, ഒരു വ്യക്തിക്ക് രോഗമായിരുന്നാലും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പരീക്ഷ എഴുതുന്ന സമയത്തായിരുന്നാലും അവനെന്ത് അറിയാം എന്നതിനൊക്കെ ഒരു എക്സാമിനേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആധ്യാത്മിക കാര്യത്തിലും ഒരു എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ്റെ രീതി എന്ന് പറയുന്നത് തിരുവചനത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അതിനെ നമ്മൾ ന്യായീകരിക്കും. അപ്പോൾ പാപബോധവും പശ്ചാത്താപവും വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സാധാരണഗതിയിൽ തൻ്റെ തെറ്റുകളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അനീതികൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് നമ്മുടെ അനീതികൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു ഉണർവ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ, പാപബോധം ഉണ്ടാകുമ്പോൾ, നീതിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ന്യായവിധി. ഏതൊരു മനുഷ്യനും ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവവിചാരത്തോടെ ജീവിച്ച്, എനിക്ക് ഈ ലോകം മാത്രമല്ല, ഇതിനപ്പുറത്ത് മരണാനന്തര ജീവിതമുണ്ടെന്നും ന്യായവിധി ഉണ്ടെന്നൊക്കെയുള്ള ബോധ്യം, ഈ ബോധ്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾക്കാണ്. അല്ലാത്തവർ വെറുതെ ഉണ്ടിറങ്ങി ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ഇങ്ങനെ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ആയി ഇങ്ങനെ നരകത്തിലേക്ക് പോകുന്ന, ദൈവവിചാരം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിതങ്ങളായി പരിണമിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് നെഞ്ചു പൊട്ടി വിളിച്ച് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അതൊരു ധ്യാന ചിന്തയായി എടുത്ത് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ എല്ലാ കുറവും പരിഹരിക്കപ്പെടും. നമ്മുടെ എല്ലാ ബലഹീനതകളും പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തി കിട്ടും. ആയതുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് ഇന്ന് കടന്നു ചെല്ലുമ്പോൾ ആ അൾത്താരയിലെ അപ്പവീഞ്ഞുകളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനം ശ്രമിക്കുന്ന ഓരോ മകനും മകളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, പാപബോധവും പശ്ചാത്താപവും ഉള്ളവരായി തീർന്ന് വിശുദ്ധീകരിക്കപ്പെടാനായിട്ട്, വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഈ കാലഘട്ടത്തിന് അനുസൃതമായ ഒരു നല്ല കാതലായ ജീവിതം നയിക്കാൻ, നല്ല മാതൃകാ ജീവിതം നയിക്കാൻ, നല്ല ദൈവപൈതലായി തീരാൻ, പുതിയ അഭിഷേകമുള്ളവരായി തീരാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം ജയ്മോനച്ചൻ.